നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആന്റി തിരക്കിട്ട പണിയിലാണെന്ന് തോന്നുന്നല്ലോ. പണിയിലാണ്, നീ വിചാരിക്കുന്ന അത്ര തിരക്കിലൊന്നുമല്ല. ഞാൻ സഹായിക്കണോ ആന്റി? അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്തോ പറയാമെന്നാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അതെങ്ങനെ ആന്റിക്ക് മനസ്സിലായി? അതിപ്പോ വാല് പൊക്കുന്ന കാണുമ്പോ അറിയാലോ. അതിന് വലിയ ലോക പരിജ്ഞാനമൊന്നും വേണ്ട, ആളെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ആന്റി, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നേ, പക്ഷെ അതെങ്ങനെ പറയണമെന്നൊരു പിടിയുമില്ല. എന്താ ഒരു ആമുഖം? ഞാനിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിധിയോടുള്ള ശത്രുതയുടെ മേല് പറഞ്ഞതാണെന്ന് ആന്റി ചിന്തിക്കൂ. അതാ എന്റെ ഒരു വിഷമം. നീ എന്തായാലും കാര്യം പറ. ഈ സംഭവം ഞാൻ 2-3 ദിവസം മുന്നേ കണ്ടതാ. പക്ഷേ അന്ന് എനിക്ക് ഈ വീട്ടിൽ നാവുയർത്തിയ ഒരു അക്ഷരം പറയാനുള്ള അവകാശം ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നേ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയ് ശിവാനി. അത് പിന്നെ ഞാനിത് പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റായി പോവും. ചേടാ, നീ എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നേ? പേടിക്കാതെ പറയേ. അത് ആന്റി, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു ദിവസം നിധി പാർവതി ആന്റിയുടെ മുറിയിൽ കയറി ലോക്കറിന്റെ ചാവി എടുക്കുന്നത് ഞാൻ കണ്ടു. ചാവി എടുത്തൊന്നും മാത്രമല്ല, അതുമായിട്ട് നിധി നേരെ പോയത് ലോക്കർ റൂമിലേക്കാ. എന്തിന്? നിധി എന്തിനാ ലോക്കർ റൂമിലേക്ക് പോയേ? ഇപ്പൊ വസുന്ധരാന്റിക്ക് തോന്നി അതേ ആകാംക്ഷ എനിക്ക് തോന്നി. ഞാനൊന്ന് മറഞ്ഞു നിന്ന് നോക്കി. നിധി ലോക്കർ തുറന്ന് അതിൽ നിന്ന് ഒരു നെക്ലേസ് എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടു. വെറുതെ എടുത്തോണ്ട് പോയതല്ല, അവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. നെക്ലേസ് എടുത്ത് സാരത്തുമ്പിൽ മറച്ചു പിടിച്ചോണ്ടാ അവൾ പുറത്തേക്ക് പോയത്. എന്തിനാ ശിവാൻ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറയുന്നത്? എന്നോട് പറയാതെ നിധി എന്തായാലും ലോക്കർ തുറക്കയില്ല, സ്വർണ്ണം എടുക്കയില്ല. അഥവാ എടുത്താ തന്നെ അത് എന്നോട് പറയും. ഇതിന്റെ പേരിൽ ഇപ്പൊ ഏട്ടത്തി ശിവാനിയെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ ചാവി ഇങ്ങ് എടുത്തോണ്ട് വാ, നമുക്ക് ലോക്കർ തുറന്നു നോക്കാലോ. നോക്ക് ശിവാനി, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും. അയ്യോ ആന്റി, ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ പ്രണവാണ് സത്യം. നിധി സ്വർണ്ണം എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ശിവാനി, വെറുതെ പ്രണവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യരുത്, പറഞ്ഞേക്കാം. ആന്റി, കള്ളമല്ല. ഏട്ടത്തിക്ക് നിധിയെ വിശ്വാസമാണല്ലോ, പിന്നെന്തിനാ മടിക്കുന്നേ? ലോക്കറിന്റെ ചാവി എടുക്ക്, വാ നമുക്ക് പോയി പരിശോധിക്കാലോ. എന്തായാലും ആ ലോക്കറിൽ ഇരിക്കുന്ന 1 ഗ്രാം മോതിരത്തിന്റെ കാര്യം വരെ ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ നിധി ഒന്നും എടുത്തോണ്ട് പോയില്ല. സമ്മതിച്ചു. ഏട്ടത്തി വാ, നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് നിധിയുടെ മേലെ യാതൊരു സംശയമില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം നമുക്കതൊന്ന് നോക്കാം. വാ. ഈ ബോക്സിലിരുന്നത് നിധിയുടെ നെക്ലേസ് ആയിരുന്നു. അത് കാണുന്നില്ലല്ലോ. കണ്ണോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ സത്യമായിന്ന്? അപ്പോ നിധി ലോക്കറിന്റെ ചാവി എടുത്തോണ്ട് വന്ന് ആരും അറിയാതെ നെക്ലസ് എടുത്തോണ്ട് പോയി അല്ലേ? ആന്റിയോട് പോലും ഒരു വാക്ക് പറയണമെന്ന് അവൾക്ക് തോന്നിയില്ലല്ലോ. അത് വളരെ മോശമായി പോയി. 1-ാം തരം മോഷണമല്ലേ നിധി നടത്തിയിരിക്കുന്നത്? ഛേ, എന്തൊരു വൃത്തിയായിട്ട പണിയായി പോയത്. ഇതിനെ മോഷണം എങ്ങനെ പറയും വസു? ഇതിലിരുന്ന നെക്ലസ് നിധിയുടെ തന്നെയാ.
അവളേതെങ്കിലും ഫംഗ്ഷന് പോകാൻ വേണ്ടി എടുത്തതായിരിക്കും. ഏത് ഫംഗ്ഷൻ? ഏത് ഫംഗ്ഷനാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളത്? ഓക്കെ, അവളുടെ സ്വർണം തന്നെയാ, അവൾക്കത് എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഗോൾഡ് എടുക്കുന്നു എന്ന് ഏട്ടത്തിയോട് പറയാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അത് വേണോ വേണ്ടയോ? ഹ, അത് മാത്രമല്ല ആന്റി, ആന്റിയുടെ മുറിയിൽ കയറി ചാവി എടുത്ത് അതുമായിട്ട് വന്നാണ് ഈ നെക്ലസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒളിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശം ഇല്ലേ? ആന്റി തന്നെ പറ. ഇതിപ്പോ ഞാനെന്ത് പറയാനാ? പിന്നെ പിന്നെ ഞങ്ങളാണോ പറയേണ്ടത്? ലോക്കറിന്റെ ചാവി ഇരുന്നത് ഏട്ടത്തിയുടെ കയ്യിലാ. അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം ഏട്ടത്തിക്ക് തന്നെയാ. ഏട്ടത്തി അറിയാതെ നിധി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണ്ടേ ഏട്ടത്തി? ആ നിധിയെ പിടിച്ചു നിർത്തി ചോദിക്കണം എന്തിനാ നെക്ലസ് എടുത്തോണ്ട് പോയതെന്ന്. ഇതിപ്പോ ഞാൻ പോയി ചോദിക്കണോ വസു? പിന്നെ ചോദിക്കാതെ ചെല്ലെടുത്തി, അങ്ങോട്ട് ചെല്ലാൻ. ചോദിക്കാം. ആ